ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് 4 മണിക്കൊരു സിമ്പിൾ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി വെണ്ണ ഒഴിച്ച് ഉള്ളിയിട്ട്, അപ്പോൾ ഇതുണ്ടാക്കുന്നത് പറഞ്ഞാൽ ഇഡ്ഡലി മാവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്നൊരു അടിപൊളി റെസിപ്പിയാണ്. മധുരമൊന്നുമില്ലാതെ എരിവുള്ള സ്പൈസസ് ആണിത്. അപ്പോൾ അതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും നന്നായിട്ട് ചോപ്പ് ചെയ്ത് പൊടിയാക്കി അരിഞ്ഞിട്ടൊക്കെ, പിന്നെ ചെറുതാക്കി അരിഞ്ഞ് പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് വഴണ്ടി വരുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മസാലപ്പൊടിയൊക്കെയാണ്. മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, നല്ല ജീരകം അല്പം ഇട്ട് കൊടുക്കുക, പിന്നെ സാമ്പാർ പൊടി. അപ്പോൾ ഞാൻ ഈസ്റ്റേൺ സാമ്പാർ പൊടിയാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ മസാലൻ്റെ പച്ചമണമൊക്കെ മറിയുമ്പോഴേക്ക് വേപ്പിൻ്റെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇഡ്ഡലി മാവ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇത് ചുട്ടെടുക്കുന്നത്. ഇത് ചുട്ടെടുക്കുന്നത് നമ്മൾ ഉണ്ണിയപ്പം ചട്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ നോൺ സ്റ്റിക്കിന് ഉണ്ണിയപ്പം ചട്ടിന് കുറേ ഉപയോഗിച്ചിട്ട് ഞാൻ ഇപ്പം ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ അതിൽ കുറച്ച് എണ്ണയൊക്കെ തടവി കൊടുത്തതിന് ശേഷം ഞാൻ അതൊന്ന് അതിൽ പാർന്ന് നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈകിട്ട് അധികം എണ്ണ ഒന്നും ഇല്ലാതെ നല്ല ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എൻ്റെ വിശ്വാസം, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലെങ്കിലും ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്.